Hi all, myself Jilna. Today I am here to discuss some important questions of Saudi Prometric examination. Okay, the first question is, a nurse is providing instruction to a mother who has been diagnosed with mastitis. Which of the following statement, if made by the mother, indicate a need for further teaching? ഇവിടെ ആരാണ് സംസാരിക്കുന്നത്? നേഴ്സ് ആണ് ടീച്ചിങ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. ആർക്കാണ് കൊടുക്കുന്നത്? ഒരു മദറിന് എന്താണ് ഡയഗ്നോസ് ചെയ്തിരിക്കുന്നത്? മാസ്റ്റൈറ്റിസ് ഡയഗ്നോസ് ചെയ്തൊരു മദറാണിത്. ഓക്കെ, എന്താണ് കൊടുക്കേണ്ടത്? ഫർദർ ടീച്ചിങ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ ഫർദർ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മ പറയുന്ന ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കാം. ഓപ്ഷൻ എ, I need to take the antibiotics and I should begin to feel better in 24 to 48 hours. അതെന്താണ്? ആന്റിബയോട്ടിക്സ് എടുക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണത്. ഓക്കെ, സെക്കൻഡ് എന്താണ്? I can use an analgesics to assist in alleviating some of the discomfort. അമ്മയ്ക്ക് എന്താണ് അനാൽജസിക്സ് എടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ടു അലിവിയേറ്റ് സം ഡിസ്കംഫോർട്ട് അല്ലെങ്കിൽ പെയിൻ ഒക്കെ മാറ്റാൻ വേണ്ടിയാണ് അനാൽജസിക്സ് എടുക്കുന്നത്. അതും എന്തോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, മൂന്നാമത്തെ എന്താണ്? ഐ നീഡ് ടു വിയർ എ സപ്പോർട്ടീവ് ബ്രാ ടു റിലീവ് ദ ഡിസ്കംഫോർട്ട്. എന്താണ് സപ്പോർട്ടീവ് ബ്രാ? എന്തിനു വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടു റിലീവ് ദ ഡിസ്കംഫോർട്ട്. അതും എന്താണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ഐ നീഡ് ടു സ്റ്റോപ്പ് ദ ബ്രസ്റ്റ് ഫീഡിങ് അൺടിൽ ദിസ് കണ്ടീഷൻ റിസോൾവ്. എന്താണ് അവിടെ പറയുന്നത്? അമ്മ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് അവിടെ പറയുന്നത്. ഒരിക്കലും മാസ്റ്റൈറ്റിസ് പേഷ്യൻസ് എന്താണ് ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അതെന്താണ്? വേഴ്സൺ ചെയ്യുകയാണ്, കണ്ടീഷൻ വേഴ്സൺ ആക്കും. അപ്പം ഒരിക്കലും എന്താണ് ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അപ്പൊ അതാണ് എന്ത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അമ്മ പറയുന്ന റോങ് സ്റ്റേറ്റ്മെന്റ് അതായിരിക്കും. ഓക്കെ, അതപ്പം ഓപ്ഷൻ എന്താണ്? ഡി ആണ് കറക്റ്റ് ആൻസർ. Okay, the second question is, the nurse is teaching a newly delivered mother about breastfeeding. Which of the following statement indicate that mother need further teaching? ഇവിടെ എന്താണ്? ഫർദർ ടീച്ചിങ് ആണ് വേണ്ടത്. അപ്പൊ എന്താ അമ്മ പറയുന്ന ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം. പിന്നെന്താണ്? ആരാണ് സംസാരിക്കുന്നത്? ആരാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്? നേഴ്സ് ആണ് എന്താ അമ്മയ്ക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. ആർക്കാണ് കൊടുക്കുന്നത്? ന്യൂലി ഡെലിവർ ആയിട്ടുള്ള ഒരു മദറിനാണ് എന്ത് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ചാണ് എന്ത് ഇവിടെ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. ഓക്കെ, ദ ഓപ്ഷൻസ് ആർ ഐ വിൽ എംപ്റ്റി മൈ ബ്രസ്റ്റ് ആൻഡ് യൂസ് ആൻ ആൾട്ടർനേറ്റീവ് ബ്രസ്റ്റ്. അമ്മ പറയുന്നത് എന്താണ്? ഒരു ബ്രസ്റ്റ് എംപ്റ്റി ചെയ്തിട്ടാണ് എന്താ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ബ്രസ്റ്റ് യൂസ് ചെയ്യേണ്ടതാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? ഒരു ബ്രസ്റ്റ് ഡ്രൈ ആക്കിയാൽ എന്താണ് അവിടെ ചാൻസ് ഓഫ് മാസ്റ്റൈറ്റിസ് ഹൈ ആവുന്നതാണ്. അപ്പൊ ഒരിക്കലും ചെയ്യാൻ പാടാത്ത കാര്യമാണ് എന്ത്? ഒരു ബ്രസ്റ്റ് എംപ്റ്റി ആക്കിയിട്ട് ഓൾട്ടർനേറ്റീവ് ബ്രസ്റ്റ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഓൾട്ടർനേറ്റീവ് യൂസ് ചെയ്യാം, പക്ഷെ എംപ്റ്റി ചെയ്യാൻ ഒരു ആവശ്യമില്ല. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ, ഐ വിൽ ടേക്ക് എ ഡെയിലി ഷവർ ആൻഡ് ക്ലീൻ ദ നിപ്പിൾസ്. എന്താണ്? ഡെയിലി ഷവർ എടുക്കണം, നിപ്പിൾസും ക്ലീൻ ചെയ്യണം. അതെന്താണ് കറക്റ്റ് ആണ്. കാരണം എന്താ? ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണിത്. ഓക്കെ, ഐ വിൽ ലെറ്റ് മൈ നിപ്പിൾ ഡ്രൈ ആഫ്റ്റർ ഫീഡിങ് ടു പ്രിവെന്റ് ദ നിപ്പിൾ ടെൻഡർനെസ്. കറക്റ്റ് ആണ്. എന്താണ്? നിപ്പിൾ ടെൻഡർനെസ് ഒഴിവാക്കാൻ വേണ്ടി എന്താണ് നിപ്പിൾ ഡ്രൈ ആവേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ഫോർത്ത് ഓപ്ഷൻ എന്താണ്? ഐ വിൽ ഓൾവേസ് വിയർ എ സപ്പോർട്ടീവ് വയർലെസ് ബ്രാ. അതും എന്താണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്തിനു വേണ്ടിയാണ്? സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഒരു സപ്പോർട്ടീവ് ബ്രാ ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. അപ്പം ഓപ്ഷൻ റോങ് ആയിട്ടുള്ള ഏതാ സെന്റൻസ് ആണ്? ഐ വിൽ എംപ്റ്റി മൈ ബ്രസ്റ്റ് ആൻഡ് യൂസ് ആൻ ഓൾട്ടർനേറ്റീവ് ബ്രസ്റ്റ്. ഓക്കെ, അതാണ് അവിടെ റോങ് ആയിട്ടുള്ള അമ്മയ്ക്ക് കൊടുക്കേണ്ട ഫർദർ ടീച്ചിങ് കൊടുക്കേണ്ട സെന്റൻസ്. ദ തേർഡ് ക്വസ്റ്റ്യൻ ഈസ്, അസിത്രോമൈസിൻ ഈസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ആൻ അഡോളസെന്റ് ഫീമെയിൽ ഹു ഹാസ് ന്യൂമോണിയ ആൻഡ് റിക്കറന്റ് ക്ലമീഡിയ. വാട്ട് ഇൻഫർമേഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ നഴ്സ് ടു പ്രൊവൈഡ്? ഇവിടെ എന്താണ് പറയുന്നത്? മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? പ്രയോറിറ്റി ആണ് അവിടെ ചെയ്യേണ്ടത്. അപ്പൊ എന്താണ് പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കേണ്ട ഓപ്ഷൻസ്? ഓക്കെ, ഇവിടെ എന്താണ് പറയുന്നത്? അമ്മയ്ക്ക് അസിത്രോമൈസിൻ അമ്മയ്ക്കല്ല സോറി അഡോളസെന്റ് ഫീമെയിൽ എന്താണ് അസിത്രോമൈസിൻ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഒരു പേഷ്യന്റ് എന്താണ് ക്ലെമീഡിയ റിക്കറന്റ് ആയിട്ട് വരുന്നുണ്ട്, പേഷ്യന്റ് ന്യൂമോണിയ ഉണ്ട്. അപ്പൊ അസിത്രോമൈസിൻ ഒരിക്കലും നമ്മൾ എന്താണ് ക്ലെമീഡിയക്ക് യൂസ് ചെയ്യാറില്ല. അതെന്തിനു വേണ്ടിയുള്ള മെഡിസിൻ ആണ്? ന്യൂമോണിയക്ക് വേണ്ടിയുള്ള മെഡിസിൻസ് ആണ്. അപ്പം ക്ലെമീഡിയ ഉള്ള പേഷ്യൻസ് അസിത്രോമൈസിൻ ഉപയോഗിച്ചാൽ പോലും അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ചാൻസ് പ്രിവെന്റ് ചെയ്യുന്നില്ല. അപ്പൊ അവിടെ എന്തായാലും അസിത്രോമൈസിൻ എടുത്താൽ പോലും അവിടെ എന്താണ് അവിടെ ചാൻസ് ഉണ്ട് എന്ത് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാനുള്ള. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? യൂസ് 2 forms ഓഫ് കോൺട്രാസെപ്ഷൻ ബൈ ടേക്കിംഗ് ദിസ് ഡ്രഗ്. കറക്റ്റ് ആണ്. 2 forms ഓഫ് കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്യണം. എന്താണ് അവിടെ ചാൻസ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് ഹൈ ആയതുകൊണ്ട് 2 forms ഓഫ് കോൺട്രാസെപ്റ്റീവ്സ് ആണ് പേഷ്യന്റ് യൂസ് ചെയ്യുന്നത്. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമുക്ക് അതർ ഓപ്ഷൻസ് നോക്കാം. പിന്നെന്താണ്? ഹൗ പാർട്ട്നേഴ്സ് സ്ക്രീൻ ഫോർ ദ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി. ഇവിടെ എന്താണ്? പാർട്ട്ണറിനെ HIV ടെസ്റ്റിന് ചെയ്യണം എന്നാണ് പറയുന്നത്. അവിടെ അതിന്റെ ഇമ്പോർട്ടന്റ് അല്ല. പിന്നെന്താണ്? മൂന്നാമത്തെ, ഡിക്രീസ് ഇൻടേക്ക് ഓഫ് ഹൈ ഫാറ്റ് ഫുഡ്, കഫീൻ ആൻഡ് ആൽക്കഹോൾ. അതും അവിടെ എന്താണ്? ഇമ്പോർട്ടന്റ് അല്ല. അത് പറയേണ്ട ആവശ്യകതയില്ല അവിടെ. ഓപ്ഷൻ ഫോർത്ത് എന്താണ്?
റിപ്പോർട്ട് എ സഡൻ ഓൺസെറ്റ് ഓഫ് ആർത്രൾജിയ ടു ദ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. അത് അവിടെ എന്താണ് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ് മോസ്റ്റ് പ്രയോറിറ്റൈസ് ആയിട്ട് പറഞ്ഞു ചെയ്തുകൊണ്ട് എന്താണ് യൂസ് 2 forms ഓഫ് കോൺട്രാസെപ്ഷൻ വൈ ടേക്കിംഗ് ദിസ് ഡ്രഗ്. എന്നാൽ മാത്രമാണ് എന്താ ആ ക്രോസ് ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക്. ഓക്കെ, ദ ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ് a woman was diagnosed with gestational trophoblastic disease. What is the lab investigation was done to diagnose the disease condition? ഇവിടെ എന്താണ് കീവേഡ്സ്? ജെസ്റ്റേഷണൽ ട്രോഫോബ്ലാസ്റ്റിക് ഡിസീസ് ആണ് പേഷ്യന്റിന്റെ കണ്ടീഷൻ. ലാബ് ഇൻവെസ്റ്റിഗേഷൻ ഏതാണ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ HCG ആണ്. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? സെർവൈക്കൽ പാപ്സ്മിയർ. ബി സിറം HCG ലെവൽ. തേർഡ് ഓപ്ഷൻ serum estrogen level, and the fourth option is plasma thyroxine level. ഇവിടെ എന്താണ് HCG ലെവലാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ടത്. കാരണം എന്താണ് ട്രോഫോബ്ലാസ്റ്റിക് ഡിസീസ് ഉള്ള പേഷ്യൻസിന്റെ HCG ലെവൽ അവിടെ ഹൈ ആയിരിക്കും. അപ്പം ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ഏതാണെന്ന് വെച്ചാൽ HCG ലെവൽ. The last question is a 28-year-old pregnant woman at 9 weeks of pregnancy presented to the clinic with vaginal bleeding. During assessment, the nurse found that the fundal height is 12 centimeter. Which of the following is the most likely diagnosis? അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? അമ്മ 9 വീക്കോ പ്രഗ്നന്റും അതുപോലെ തന്നെ എന്താ ഫണ്ടൽ ഹൈറ്റ് 12 സെന്റിമീറ്റർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഏതാണ് രണ്ടും കീ വേർഡ്സുകൾ. അപ്പം 9 വീക്കിലുള്ള മദറിന് 12 സെന്റിമീറ്റർ ഫണ്ടൽ ഹൈറ്റ് എന്താ വളരെയധികം കൂടുതലാണ്. ഇത് ജസ്റ്റേഷൻ ഏജിനേക്കാളും കൂടുതലാണെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഓപ്ഷൻ നോക്കാം. ഫസ്റ്റ് എന്താണ്? പ്ലാസെന്റ പ്രീവിയ. ബി അബ്രപ്ഷ്യോ പ്ലാസെന്റ. The option C is ectopic pregnancy and the D is hydatidiform moles. ഓക്കെ, ഇതിനകത്ത് എന്താണ് ഫണ്ടൽ ഹൈറ്റ് ജസ്റ്റേഷൻ ഏജിനേക്കാളും കൂടുതലായതുകൊണ്ട് എന്താണ് ഡയഗ്നോസ്ഡ് വരാൻ സാധ്യത ഹൈഡാറ്റിഡിഫോം മോൾ ആയിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് സെക്ഷൻ ആൻഡ് താങ്ക് യു ഓൾ.